സ്ത്രീ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ ചെയ്യുന്നത്. നമ്മൾക്കറിയാം, നിരവധി വീഡിയോകൾ നമ്മൾ സ്ത്രീ സുരക്ഷാ പെൻഷന് ബന്ധപ്പെട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ടിങ് മുതൽ തന്നെ നമ്മൾ ഇത് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ ഒരു ഉത്തരവ് വന്നിട്ടുണ്ട്. അതായത് ഫെബ്രുവരി മാർച്ചിലെ ഗഡുക്കൾ ഈ 31-ാം തീയതിക്ക് മുമ്പായിട്ട് സർക്കാർ അത് വിതരണം ചെയ്യും എന്നുള്ള ഒരു അറിയിപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അപേക്ഷ വെച്ച സ്ത്രീജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ അക്കൗണ്ടിൽ ഈ പറഞ്ഞതുപോലെ ആദ്യ മാസം നമുക്കറിയാം 1000 രൂപ അപ്രൂവ് ആയ 18 ലക്ഷം പേര് അധികം ഉൾപ്പെടുന്ന ഈ പദ്ധതിയിൽ നമ്മൾ 10 ലക്ഷം പേർക്ക് ആദ്യം ധനസഹായം എന്നുള്ള രീതിയിൽ 1000 രൂപ ലഭിക്കുകയുണ്ടായി. അപ്പോൾ ആ സമയത്ത് നിരവധി ആളുകളുടെയും മറ്റും അപ്രൂവൽ ആകാൻ പെൻഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത ആളുകൾക്ക് ഇപ്പോൾ ഈ വരുന്ന 31-ാം തീയതിക്ക് മുന്നായിട്ട് ഈ 2 ഗഡുക്കൾ ഒന്നിച്ച് ലഭിക്കും എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് വളരെ നല്ല ഒരു പദ്ധതിയായിട്ടാണ് സർക്കാർ ഇലക്ഷന് മുന്നേ, അതായത് ഇലക്ഷൻ്റെ പെരുമാറ്റച്ചട്ടം വരുന്നതിന് മുമ്പേ തന്നെ സർക്കാർ പ്രഖ്യാപിച്ചതുകൊണ്ട് ഇത് യാതൊരു മുടക്കവുമില്ലാതെ നമുക്ക് തുടർന്ന് ഉള്ള മാസങ്ങളിൽ ലഭിക്കും എന്നുള്ളതാണ് ഇതിനൊരു പ്രത്യേകത. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ ഇൻഡിവിജ്വൽ ഐഡിയയിൽ നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ലോഗിൻ ചെയ്ത് നോക്കുമ്പോൾ അതിലെ സ്റ്റാറ്റസ് അപ്രൂവ്ഡ് ആണോ അതോ സബ്മിറ്റഡ് ആണോ എങ്കിൽ, സബ്മിറ്റഡ് ആയിട്ടാണ് ഇപ്പോഴും നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പഞ്ചായത്തിലെ മെമ്പറുമായിട്ടോ അല്ലെങ്കിൽ പഞ്ചായത്തിൽ നേരിട്ട് പോയോ ഈ അപേക്ഷയുടെ കാര്യം പരിശോധിച്ച് അത് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മുടങ്ങിയ തുക എല്ലാം നിങ്ങളുടെ അക്കൗണ്ടിൽ ലഭിക്കുന്നതാണ്. അതുപോലെ വൈകി അപേക്ഷ സമർപ്പിച്ച ആളുകൾക്ക് അതനുസരിച്ചിട്ടുള്ള തുകയായിരിക്കും അവർക്ക് പെൻഷനായിട്ട് ലഭിക്കുക. ഇപ്പോൾ നമുക്ക് അതിൻ്റെ സ്റ്റാറ്റസ് നമ്മുടെ സേവന സൈറ്റിൽ കയറിയാൽ മറ്റുള്ള വാർദ്ധക്യ പെൻഷനും മറ്റും ചെക്ക് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് സ്ത്രീ സുരക്ഷാ പെൻഷൻ്റെ സ്റ്റാറ്റസും നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് 30 ലക്ഷത്തിലധികം സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് ഈ പദ്ധതി സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഈ പദ്ധതിയിൽ ചേരുവാനുള്ള മാനദണ്ഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 35-നും 60-നും ഇടയിലുള്ള സ്ത്രീജനങ്ങൾക്ക് അവർക്ക് മറ്റുള്ള സർക്കാരിൻ്റെ ജോലിയോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തവർക്ക് ഇതിനകത്ത് അപേക്ഷ വെക്കാം. അപേക്ഷ വെക്കണമെങ്കിൽ നമ്മുടെ റേഷൻ കാർഡ് ഈ പറഞ്ഞതുപോലെ മഞ്ഞയോ പിങ്കോ AY കാർഡ് ആയിരിക്കണം. അവർക്ക് ഇതിനകത്ത് നമുക്ക് അപേക്ഷ സമർപ്പിക്കുവാൻ സാധിക്കും. അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ മാസം 1000 രൂപ വെച്ചിട്ട് നിങ്ങൾക്ക് ഈ പെൻഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിന് മറ്റുള്ള പെൻഷനിൽ നിന്നും വ്യത്യസ്തമായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ പെൻഷൻ കട്ടായി പോകും. പിന്നെ നിങ്ങൾക്ക് മറ്റുള്ള സർക്കാരിൻ്റെ വിവിധ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിയിലേക്ക് നിങ്ങൾക്ക് ചേരാവുന്നതുമാണ്. അപ്പോൾ ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഞാൻ പറഞ്ഞു, ഈ 30 ലക്ഷത്തിലധികം ആളുകൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ പദ്ധതിയിൽ ഇതുവരെയും 18 ലക്ഷത്തിലധികം ആളുകൾ മാത്രമേ ഇതിനകത്ത് ചേർന്നിട്ടുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ യോഗ്യതകൾ ഉള്ള ആളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൽ അപേക്ഷ സമർപ്പിക്കുവാൻ സാധിക്കും. അപ്പോൾ ഇതിനിയും അപേക്ഷ സമർപ്പിക്കാത്ത ആളുകളിലേക്കും അതുപോലെ നിങ്ങൾക്ക് അറിയാവുന്ന സുഹൃത്തുക്കളിലേക്കും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ഇതുപോലെ ഉപയോഗപ്രദമായ ഒരുപാട് വീഡിയോകൾ നമ്മൾ കോമൺ സർവീസ്, ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ കിടങ്ങന്നൂർ കോമൺ സർവീസ് സെൻ്റർ നടത്തുന്ന ആളാണ്. അപ്പോൾ 6-7 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഉള്ള നിലയിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞങ്ങൾ ഈ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് അത്രയും ജെന്യൂനിറ്റി ഉള്ള കാര്യങ്ങളായിരിക്കും നമ്മുടെ വീഡിയോയിൽ മാക്സിമം പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ പെൻഷനിൽ നിങ്ങൾ ചെയ്യാത്ത ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ചെയ്തിട്ട് കിട്ടാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് കമൻറ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ നമ്മൾ ആദ്യ ഗഡു വരാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് കമൻറ്റ് ചെയ്യാം. അതിനെല്ലാം നമ്മൾ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ആരുടെയെങ്കിലും സ്റ്റാറ്റസും മറ്റും ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ മെസ്സേജ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പ് ലിങ്കും മറ്റും അയച്ചു തരുന്നതാണ്. അപ്പോൾ അതിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ആ കാരണം വെച്ചിട്ട് നിങ്ങൾക്ക് അപേക്ഷ കറക്റ്റ് ചെയ്ത് നിങ്ങളുടെ ഏത് പഞ്ചായത്താണോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ആണോ ഏതാണോ അവിടേക്ക് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിന് ഒരു സൊല്യൂഷൻ കിട്ടും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ തുക മുടങ്ങാതെ ബാങ്കിൽ വരികയും ചെയ്യും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം ST ചാനൽ. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.